Welcome students. Today we are discussing the subject Labour Law and Industrial Relation of S5 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the continuation of the last session, that is the safety provision under the Factories Act. So last session we already discussed 11 points regarding the safety provisions. So let's see what are the provisions regarding Factories Act. These are some of the provisions that we had discussed yesterday, that is fencing of machinery, work on or near machinery in motion, employment of young person on dangerous machine, striking gear and devices for cutting off power, self-acting machines, chasing of new machinery, prohibition of employment of women and children near cotton openers, hoist and lifts, lifting machines, chains, ropes, etc., then revolving machinery, and the last is pressure plant. So these are the various provisions we discussed in the last session. So in continuation with that, we can discuss the balance provisions regarding the Factories Act 1948. So the next is floor, stairs and means of access. So here all floors, steps, stairs, passages and the gangway shall be sound construction and properly maintained. And also we can say is that they shall be kept free from obstructions and substances likely to cause person to slip, and handrails should be provided where necessary. അപ്പോൾ നമ്മൾ പ്രൊവിഷൻസ് പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ, അതായത് ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എംപ്ലോയീസിന് ചില സേഫ്റ്റി പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു 11 പോയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഇസ് ഫ്ലോർ, സ്റ്റെയർ ആൻഡ് മീൻസ് ഓഫ് ആക്സസ്. അതായത് അവിടെ പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ ഇല്ലേ എല്ലാ ഫ്ലോറുകൾ അല്ലെങ്കിൽ സ്റ്റെപ്സ്, സ്റ്റെയേഴ്സ് ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ആൾക്കാർക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും, അല്ലെങ്കിൽ ആ സ്റ്റെയറിൻ്റെ സൈഡിൽ അതിന് കൈവരിയിൽ പിടിച്ച് കയറാനൊക്കെ ഉള്ളതും, അതുപോലെ തന്നെ അതിന് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് സോ ദ പേഴ്സൺസ് ടു സ്ലിപ്പ് ആൻഡ് ഹാൻഡ് റെയിൽ ഷുഡ് ബി പ്രൊവൈഡ്. ഒരിക്കലും ഇല്ലേ അത് ചെയ്യുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് തെന്നി വീഴപ്പാകത്തിലായിരിക്കരുത്. പിന്നെ അതുപോലെ ഹാൻഡ് റെയിൽസ് ഉണ്ടാവണം, അതായത് പിടിച്ച് കയറുമ്പം എപ്പോഴും എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവണമെന്നില്ല അല്ലേ, ചിലപ്പോൾ ഒന്ന് പിടിച്ച് കയറണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ തന്നെ ഈ ഹാൻഡ് റെയിൽസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ താഴേക്ക് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫ്ലോർ, സ്റ്റെയർ അല്ലെങ്കിൽ ഇങ്ങനെ മീൻസ് ഓഫ് ആക്സസ് ഏതൊക്കെയാണോ അതിനെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. So clear with the next point. So we go for the next one, that is pits or slums അല്ലെങ്കിൽ openings in floors. So in every factory, pits, slums or fixed vessels or tanks or opening in the ground or in a floor shall be securely covered or squared fence. ഇല്ലേ, അപ്പോൾ അവിടെ പറഞ്ഞ പിറ്റ്സ് ഇല്ലേ, പിറ്റ്സ് സ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഇൻ ദ ഫ്ലോർ. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഓർഗനൈസേഷണൽ പ്ലാൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പോൾ ചില ഈ എന്താണ് ഈ സ്ലാംസൊക്കെ കാണും, ഓടകളൊക്കെ കാണും. അപ്പോൾ അവിടെ ഈ വേസ്റ്റ് വെള്ളം ഒഴുകി പോകാൻ, അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറി ഏത് ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ സെക്ടർ ഉണ്ടെങ്കിലും അവിടെ വേസ്റ്റ് പോകാനുള്ള പ്രത്യേക പൈപ്സുകളോ അല്ലെങ്കിൽ ചെറിയ എന്താണ് ഹോൾസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാങ്ക്സുകളൊക്കെ കാണും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഒരിക്കലും തുറന്നിടരുത്. പകരം എന്ത് ചെയ്യണം, അതിനെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഫെൻസ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്താണ് റോഡിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ചില ഓടകളൊക്കെ സ്ലാബ് തുറന്ന് വെച്ചിരിക്കുന്നു, സ്ലാബ് ചവിട്ടിയാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകുന്നു തോന്നും. പിന്നെ ചിലപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള ഗ്രില്ല് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഓർഗനൈസേഷൻസിലും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ പിറ്റ്സും സ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തുറന്നിടാതെ മാക്സിമം ഫെൻസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ കവർ ചെയ്യുക. സോ ദ നെക്സ്റ്റ് ഈസ് എക്സസീവ് വെയ്റ്റ്സ്. ദാറ്റ് ഈസ് no person shall be employed in any factory to lift, carry or move any load so heavy as to likely to cause him injury. ഇനി ഒരു എക്സസീവ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചുള്ള എന്താണ്, ഒരു എംപ്ലോയീസിന് തന്നെ എന്താണ് ഒരു പരിധിക്കപ്പുറം വെയ്റ്റ് പൊക്കാൻ ഇടവരരുത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലിഫ്റ്റിംഗ്, അതായത് ഇപ്പോൾ അതിനുള്ള മെഷീൻസൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ, അല്ലെങ്കിൽ ലോഡ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹെവി ഒരു വ്യക്തിക്ക് ഇപ്പം നമുക്കതന്നെ അറിയാം, സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രോബ്ലംസ് അതിലുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഓർഗനൈസേഷൻ ഒരു എക്സസീവ് വെയ്റ്റ് ഒരിക്കലും ആരെ കൊണ്ട് ചെയ്യിക്കരുത്, ഒരു വ്യക്തി എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിക്കരുത്. അതിന് മെഷീൻസൊക്കെ വയ്ക്കുക, അല്ലെങ്കിൽ
ഒരു മിനിമം ലോഡ് അവർ പറയുക, ഒരു ഓവർലോഡ് ഒരിക്കലും അവർക്ക് ഇൻജോർഡ് ആവുന്ന രീതിയിൽ ചെയ്യിക്കരുത്. നെക്സ്റ്റ് ഇസ് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇൻ എവറി ഫാക്ടറി സ്ക്രീൻസ് ഓർ സ്യൂട്ടബിൾ ഗൂഗിൾസ് ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സൺ employed or in immediate vicinity of the mechanical or other purposes which involve any danger of injury to the worker's eyesight from particles or fragments thrown off in the course of the process or by the reason of exposure to the excessive light. ഇല്ലേ, അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് ഇല്ലേ, നമുക്ക് എന്താ പറയുക, നമ്മുടെ കണ്ണ് ഇല്ലേ, നമുക്ക് അത് ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയത്തില്ലെന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പം കണ്ണ് എന്ന് പറയുന്നതിന് നമ്മൾ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ എക്സസീവ് ലൈറ്റൊക്കെ ഉണ്ടാകുന്ന ചില പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ കെമിക്കൽസൊക്കെ ആകുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അതിങ്ങനെ തെറിക്കുന്നതൊക്കെ ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്ക്രീനുകളോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞാൽ വെൽഡിങ് മെഷീനിലെ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെ അറിയാം, അവിടെയൊക്കെ നമുക്ക് അവരെപ്പോഴും ഒരു ഫേസ് ഷീൽഡ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ചെയ്യാത്തവരും ഉണ്ട്, പക്ഷേ അതെപ്പോഴും റിസ്ക് തന്നെയാണ്. കാലക്രമേണ നമുക്ക് കാഴ്ച കുറഞ്ഞു വരികയും അല്ലെങ്കിൽ പെട്ടെന്ന് ഈ സ്പാർക്ക് കണ്ണിലേക്ക് വീഴുകയൊക്കെ ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് വർക്കേഴ്സിന് ഇഞ്ചുറി ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കണം. ദി നെക്സ്റ്റ് ഈസ് പ്രിക്കോഷൻസ് അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഫ്യൂംസ്. ഇല്ലേ, ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുകയാണ്. അപ്പം ഇൻ എവറി ഫാക്ടറി നോ പേഴ്സൺ ഷാൽ ബി റിക്വയർഡ് ഓർ അലൗഡ് ടു എൻ്റർ എനി ചേംബർ, tank or a pit or a flue pipes or other confined space in which any gas, fume, vapor or dust is likely to be present to such an extent as it involve risk of person being overcome thereby. So unless it is provided with a manhole of adequate size or other effective means of grease. ഇല്ലേ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്യൂംസ്, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയണം, പെട്ടെന്ന് പറയാനാണെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലെ പണ്ടത്തെ വീടുകളിലൊക്കെ നോക്കി അടുക്കളയിൽ ചിമ്മിനി ഉണ്ട്. ഇല്ലേ, ചിമ്മിനി എന്ന് പറഞ്ഞാൽ എന്താണ്, അകത്ത് തന്നെ അടുപ്പ് കത്തിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ചാൽ അതിൽ നിന്ന് കണക്ട് ചെയ്തൊരു പുകക്കൂട്ടിൽ നമ്മൾ റൂഫിൻ്റെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുപ്പ് കത്തിക്കുമ്പോൾ ഈ പുക എന്ത് ചെയ്യും, അകത്തും തങ്ങി നിൽക്കാതെ നേരെ അത് പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മളപ്പോൾ ഓർഗനൈസേഷൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്യൂംസൊക്കെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഫ്യൂംസുകളെയൊക്കെ നമുക്ക് പുറത്തേക്ക് വിടാൻ ഇത്ര ഹൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഫ്ലൂ പൈപ്പ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഏരിയസിൽ ഒരിക്കലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ അല്ലാതെ അകത്തേക്ക് നമ്മൾ ഈ ഡേഞ്ചറസ് ഫ്യൂംസൊക്കെ വരുന്നിടത്തേക്ക് ആൾക്കാരെ കയറ്റി വിടാറില്ല. അതുകൊണ്ടാണ് നോ പേഴ്സൺ ഷാൽ ബി റിക്വയർഡ് ഓർ അലൗഡ് ടു എനി ചേംബറിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടാങ്കുകളോ പൈപ്പുകളോ പിറ്റ്സോ ചേമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു വ്യക്തികളെ നമ്മൾ കിടത്തി വിടത്തില്ല. കാരണം ഈ ഫ്യൂംസ് ശ്വസിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് വീഴുക അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസീസസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മളെപ്പോഴും ഒരു ആഡിക്വേറ്റ് സൈസിൽ ഒരു മാൻഹോൾ വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ പുക പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി അത് എംപ്ലോയീസിനെ ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയിരിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പ്രിക്കോഷൻസ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്. So here also no portable electric light or any other electric appliances of voltage exceeding 24 volts shall be permitted for the use inside any chamber, tank or pit fumes or other space unless suitable safety devices are provided. അപ്പോൾ അവിടെ അവർ പറയുന്നത് ഈ ഫ്യൂംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽസൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിക്കോഷൻസ് ഒരു ഇലക്ട്രിക് ലൈറ്റൊക്കെ ഒരു വോൾട്ടിനപ്പുറം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാക്കും എന്ന് പറയുന്നു ഇല്ലേ. അപ്പോൾ അവർ പറയുന്നത് എക്സീഡിങ് 24 വോൾട്ട് ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇലക്ട്രിക് അപ്ലയൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ടാങ്കും ഫ്യൂംസൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇലക്ട്രിസിറ്റി ഇതുമായിട്ട് കണക്ട് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വോൾട്ട് എക്സീഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ എക്സീഡ് ചെയ്യാം, പക്ഷേ സ്യൂട്ടബിൾ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അങ്ങനെയുള്ള ഇലക്ട്രിക് ലൈറ്റ്സ്, പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റ്സ് ഉപയോഗിക്കാൻ. സോ ക്ലിയർ വിത്ത് ദീസ് പോയിൻറ്റ്സ്. സോ ടുഡേ വി ഡിസ്കസ് floor, stair and means of access, then pit sumps or opening in the floors or excessive weight, protection of eyes, precaution against dangerous fumes, then precautions regarding the use of portable electric light.
So next we go for the other topic. Next is precaution against explosive or inflammable dust, gas, etc. So here, wherein any factory, any manufacturing process produce dust, gas or fumes or vapor which is likely to explode on ignition, or a practical measure shall be taken to prevent any such explosion. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? Precaution against explosive or inflammable ഡസ്റ്റ് ഓർ ഗ്യാസ് ഇല്ലേ. അപ്പോൾ ചില കേസുകളിൽ എന്താണ് എക്സ്പ്ലോസീവ്, ഈ പറഞ്ഞ ഡസ്റ്റ്, ഗ്യാസ്, ഫ്യൂംസ് ഇല്ലേ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അതൊക്കെ എന്താ വേസ്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ അത് എക്സ്പ്ലോസ് ചെയ്യാൻ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ പെട്ടെന്ന് കത്താനുള്ളൊരു ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കേസുകളിൽ വിശാൽ പ്രാക്ടിക്കൽ മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രിവെൻറ്റ് എനി സച്ച് എക്സ്പ്ലോഷൻസ്. അപ്പോൾ ഈ എക്സ്പ്ലോഷൻസ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെഷേഴ്സ് ഓർഗനൈസേഷനിൽ നമ്മൾ വെച്ചിരിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പ്രിക്കോഷൻ ഇൻ കേസ് ഓഫ് ഫയർ. So here also every factory, all practicable measures shall be taken to prevent outbreak of fire and its speed both internally and externally. അപ്പോൾ ഇവിടെയും ഒരു ഫയറിൻ്റെ കേസിൽ പെട്ടെന്നൊക്കെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എല്ലാ ഓർഗനൈസേഷൻസിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റൂഫിൽ തന്നെ എന്താണ് ചെറിയ ചെറിയ ഇത് കൊടുക്കാറുണ്ടല്ലേ. അപ്പം ഒരു വെള്ളം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടാപ്പിൽ നിന്ന് വെള്ളം പോയാൽ പോലും എന്താണ് ഓട്ടോമാറ്റിക്കലി അത് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ചില മെഷേഴ്സ് ഇല്ലേ, അതായത് പെട്ടെന്നൊരു തീ വന്നാൽ എന്തായാലും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്റേർണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും നമുക്ക് ആ പ്രിക്കോഷൻ ഇല്ലേ, പെട്ടെന്നൊരു എന്ത് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ആണെങ്കിലും അവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപായങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കബിൾ മെഷേഴ്സ് അതിനകത്ത് ഉപയോഗിക്കുക. പിന്നെ എംപ്ലോയി ഫിറ്റ്നസ് പ്രോഗ്രാം. സോ ദീസ് പ്രോഗ്രാംസ് ഇൻവോൾവ് എക്സസൈസ് ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റി. ഇത് കൂടാതെ പറയുന്നതാണ് എംപ്ലോയീസിനൊരു ഫിറ്റ്നസ് പ്രോഗ്രാം. അതായത് ഹെൽത്തി, നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരു എംപ്ലോയി ഫിസിക്കലി മെൻ്റലി ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ഓർഗനൈസേഷന് ഹാപ്പി ആയിട്ടുള്ള എംപ്ലോയിയെ കിട്ടൂ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടൊരു എംപ്ലോയിയെ കിട്ടണമെങ്കിൽ അദ്ദേഹം മെൻ്റലി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി എംപ്ലോയീസിന് എന്ത് ചെയ്യാം? ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ഇല്ലേ. ദീസ് പ്രോഗ്രാംസിൽ പറയുന്നത് എന്താണ്? എക്സസൈസ് ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റി. അതായത് ഫുൾ ടൈം ജോലി എന്ന് പറഞ്ഞിരിക്കാതെ ഒരു റിക്രിയേഷൻ ഫെസിലിറ്റി, ചിലപ്പോൾ ചില സ്പോർട്സ് ആവാം. ഇപ്പം നമുക്ക് റെയിൽവേ അല്ലെങ്കിൽ പോലീസുകാരൊക്കെ എടുത്ത് അവർക്ക് ക്ലബ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജോലി സമയം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലബ്ബിൽ വന്ന് നമുക്ക് നമ്മുടെ റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഇല്ലേ, അങ്ങനെ കളിക്കുകയോ അങ്ങനെയുള്ള എല്ലാവരും ഒത്തിരുന്ന് വർത്താനം പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ ടുഗദർനെസ് വരുമ്പം അവർക്ക് ഫിസിക്കലി മെൻ്റലി നമുക്കൊരു ആശ്വാസം ഉണ്ടാകും. ആൻഡ് ദ ലാസ്റ്റ് ഇസ് എംപ്ലോയി വെൽനെസ് പ്രോഗ്രാം. സോ ഹിയർ these programs promote employee health by providing education on health issues, encouraging lifestyle changes designed to reduce the risk of illness, or providing early warning of developing health problems through screening of blood pressure, cholesterol level and the like. And so employee fitness and wellness program help to improve employee morale, to reduce employee absenteeism and turnover. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം അല്ലേ, എംപ്ലോയീസ് വെൽനെസ് പ്രോഗ്രാം, അതായത് ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞു ഇല്ലേ, ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസിന് നമുക്ക് ഉണ്ടാവണമെങ്കിൽ അവരെ എന്ത് ചെയ്യണം? നമ്മളൊരു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂ, നമുക്ക് ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടില്ലേ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുക, അതിനെപ്പറ്റി നമ്മൾ നല്ലൊരു എഡ്യൂക്കേഷൻ എംപ്ലോയീസിന് കൊടുക്കുക. അതുപോലെ തന്നെ എൻകറേജിങ് ദെയർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം, അതായത് അസുഖങ്ങളില്ലാതെ ഇരിക്കാൻ വേണ്ടി, അതായത് ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് അസുഖങ്ങൾ വരാതിരിക്കുക. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് ഇല്ലേ ഒരു ഹെൽത്ത് ചെക്കപ്പൊക്കെ എങ്ങനെയാണ്, ബ്ലഡ് പ്രഷർ നോക്കുക, കൊളസ്ട്രോൾ ലെവൽ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചില മെഷേഴ്സിലൂടെ നമ്മുടെ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ലെവൽ ചെയ്യാം, അതിന് നമ്മൾ എന്ത് ഫിറ്റ്നസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എംപ്ലോയീസിൻ്റെ ഒരു വെൽനെസ് പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്തുന്നു. ആൻഡ് സോ എംപ്ലോയീസ് ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് പ്രോഗ്രാം help to improve employees morale and reduce the employee absenteeism and turnover. അപ്പം ഈ രണ്ട് പ്രോഗ്രാം
ഫിറ്റ്നസ്സും വെൽനെസ്സും ഒരു എംപ്ലോയിയുടെ ആത്മവീര്യം കൂട്ടുന്നില്ല. തൻ്റെ ഓർഗനൈസേഷൻ തന്നെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ തനിക്ക് എന്തിനുള്ളൊരു പരിഹാരം ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആബ്സെൻറ്റീസം ഒഴിവാക്കുക, ലേബർ ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. സോ ക്ലിയർ വിത്ത് ദീസ് പോയിൻറ്റ്സ്. സോ ടുഡേ we discuss the balance portion of Factories Act 1948 safety provisions. So we discuss the balance provisions. So I hope you all understood the topic. This is the end of today's section. Prepare well, study well. Thank you.